ഹായ്, നമ്മുടെ തേർഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സെഷനാണ് ഇന്ന് തുടങ്ങുന്നത്. നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള BSc മാത്തമാറ്റിക്സിനോടൊപ്പം എന്തുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഉപയോഗപ്പെടുത്തുന്നത്, എന്താണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ഓരോ ആവശ്യങ്ങളായിരുന്നു. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന ഒരു സേയിങ് തന്നെ ഉണ്ട് അല്ലേ? ഇരുട്ടിൽ വെളിച്ചം ആവശ്യമാണെന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങൾക്കും നമ്മുടെ ഓരോ ആവശ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺസിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻസ്. നമുക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഗൂഗിള് സെർച്ച് എഞ്ചിൻ ആയിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇന്ന് ഗൂഗിള് ഏകദേശം 131ഓളം ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ക്രോം, ഗൂഗിൾ പേ, ഗൂഗിൾ ഫോട്ടോസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാലത്തിനനുസരിച്ച് അവർ ഓരോ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾക്ക് അത് ആവശ്യമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഒരു ഘട്ടത്തിൽ മീറ്റിംഗ്സ് ഓൺലൈൻ ആക്കേണ്ടി വന്നപ്പം അത് ഗൂഗിൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ഗൂഗിൾ മീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഓൺലൈനായിട്ട് ആവശ്യമായെന്ന് വരുമ്പോൾ ഗൂഗിൾ പേ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ പോലും വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. എപ്പോഴായിരിക്കും മാത്തമാറ്റിക്സ് എമേർജ് ചെയ്തിട്ടുണ്ടാവുക? മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ നമ്പേഴ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണല്ലേ. സോ ആദ്യകാലങ്ങളിൽ പണ്ട് മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നത് ഓരോ നദീതീരങ്ങളിൽ കന്നുകാലികളുടെ കൂട്ടത്തോടൊക്കെ കൂടിയും പാല് തരുന്ന ആനിമൽസിൻ്റെ കൂടെയും ഒക്കെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു ഉദാഹരണം എടുക്കുക. ഒരു 10-12 ആടുകൾ, ഒരു 12 ആടുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അയാൾ ആടിനെ മേയ്ക്കാൻ വിടുന്നു. തിരിച്ചു വരുമ്പോഴും അതേ എമൗണ്ട് ആടുകളുണ്ട്, അതായത് 12 ആടുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ അന്നത്തെ കാലത്ത് അയാളുടെ കയ്യിൽ നമ്മളിപ്പം കൗണ്ട് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3, 4 ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് അവരെങ്ങനെയായിരിക്കും അത് കൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? അല്ലെങ്കിൽ പോയ ആടുകൾ തിരിച്ചെത്തിയിട്ടുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കാൻ എന്തായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക? അന്ന് കൗണ്ടിങ് നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ആടുകൾക്ക് പകരവും ഓരോ കല്ലെടുത്ത് വെച്ചിട്ടും ഓരോ കമ്പെടുത്ത് വെച്ചിട്ടും ഒക്കെ ആയിരിക്കും അവർ കൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നമ്പേഴ്സ് പിന്നെ മെഷർമെൻറ്റ്സ് ഇതൊക്കെ ആവശ്യമാണെന്ന് തോന്നിയ ഘട്ടത്തിൽ നമുക്ക് 1, 2, 3, 4 എന്ന കൗണ്ടിങ് നമ്പേഴ്സ് ആവശ്യമായിട്ട് വന്നു. അത് നമ്പേഴ്സായിട്ട് വന്നു. ഇതിനോടൊപ്പം എത്ര ആടുകൾ കുറഞ്ഞു എന്നുള്ളത് നോക്കുമ്പം അവിടെ സബ്ട്രാക്ഷൻ വന്നു അല്ലേ? അങ്ങനെ ഓരോ ഘട്ടത്തിലും സബ്ട്രാക്ഷൻ ആവട്ടെ, ഡിവിഷൻ ആവട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആവട്ടെ, ഇനി ആൾജിബ്ര ആവട്ടെ, ജോമെട്രി ആവട്ടെ, മാത്തമാറ്റിക്സ് തന്നെ വ്യാപിക്കാൻ തുടങ്ങി, വിപുലപ്പെടാൻ തുടങ്ങി. അതുപോലെ ഒരു ഘട്ടത്തിൽ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പുതിയൊരു സബ്ജക്റ്റായിട്ട് എമേർജ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ പുതിയൊരു ആവശ്യമായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏകദേശം 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 18-ാം നൂറ്റാണ്ടിനോട് ശേഷമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പേരിൽ അത് അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് BSc മാത്തമാറ്റിക്സിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി മാത്രമായിട്ട് പഠിച്ചിറങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്? Statistical knowledge helps you use the proper methods to collect data, employ the correct analysis, and effectively present the results.
ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ നിങ്ങളെല്ലാം നിങ്ങൾ പോലും അറിയാതെ സ്റ്റാറ്റിസ്റ്റിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കണം. ഇപ്പം ഒരുവിധം എല്ലാവരും ഓൺലൈനിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ പോവാണ്. നിങ്ങൾ വേഗം പോയിട്ട് ഓൺലൈനിൽ കണ്ടപാടെ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒത്തൊരു പ്രൈസിനൊത്തൊരു ഫോൺ വാങ്ങിച്ചു പോരുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഒരു മൊബൈലിന് വേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലേ, റാം, റോം, അതിൻ്റെ ബാറ്ററി, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ഇതെല്ലാം നോക്കിയതിന് ശേഷം ഇനി അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരാളോട് അന്വേഷിക്കും കൂടെ ചെയ്തതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? സ്മാർട്ട് ഫോൺ വാങ്ങിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രൈസും ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനൊത്ത ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഡാറ്റ അവിടെ ആക്ച്വലി കളക്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഫോൺസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു കളക്ഷൻ ഓഫ് ദി ഡാറ്റ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നതിന് ശേഷം നിങ്ങൾ അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അതിന് ശേഷമാണ് നിങ്ങളൊരു ഡിസിഷനിൽ എത്തിച്ചേരുന്നത്. ആ റിസൾട്ട്സ് എല്ലാം കിട്ടിയതിന് ശേഷമാണ് നിങ്ങളൊരു ഡിസിഷനിൽ എത്തിച്ചേരുന്നതും പിന്നീട് ആ ഫോൺ ബുക്ക് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ statistics is a crucial process behind how we make discoveries in science, we make decisions based on data and make predictions. അത്രത്തോളം നമ്മുടെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസിൻ്റെ റോള്? പ്രെഡിക്റ്റിംഗ് എ ഡിസീസ്, അത് മാത്തമാറ്റിക്സ് അല്ല, ബയോളജിയാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു ഡിസീസ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നത്? അറിയില്ല. അനലിറ്റിക്സ്, എന്താണ് അനലിറ്റിക്സ്? പൊളിറ്റിക്സ്, പൊളിറ്റിക്സിലുണ്ടോ സ്റ്റാറ്റിസ്റ്റിക്സ്? ഗവൺമെൻറ് പോളിസീസ്, സെൻസസ്. നോക്കൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഒരുവിധം എല്ലാ ഘട്ടങ്ങളിലും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പം കോവിഡിൻ്റെ വാക്സിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. മിക്കവാറും പല ആളുകളും ഫസ്റ്റ് ഡോസ് അടിച്ചിട്ടുണ്ടാകും. ഇതിൽ കോവിഷീൽഡും കോവാക്സിനും സ്പുട്നിക്കും ഇതുപോലെയുള്ള ഓരോ വാക്സിൻസും ചുമ്മാ കുറച്ച് ബയോളജിസ്റ്റ് കണ്ടുപിടിച്ചിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്തത്? അല്ല. ഇതിന് സ്റ്റാറ്റിസ്റ്റീഷ്യൻസിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളുണ്ട്. ഫസ്റ്റ് നമ്മളത് എക്സ്പെരിമെൻ്റ് ചെയ്യും ആനിമൽസിൽ, അതായത് ഹ്യൂമൻ ബോഡിയായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ആനിമൽസിൽ ഫസ്റ്റ് ഈ വാക്സിൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യും. അത് സക്സസ് ആയതിനു ശേഷം നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും. ഹ്യൂമൻ ബോഡിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തതിന് ശേഷം നമ്മളതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വലിയൊരു മാസ് ഓഫ് പീപ്പിളിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിനൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ ഹെൽപ്പ് വേണം. നമ്മളത് സയൻറ്റിഫിക്കലി പല ടൂൾസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കോവാക്സിനും കോവിഷീൽഡും എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഈവൻ ഗവൺമെൻറ് അതിനെ വാങ്ങിക്കുന്നത് പോലും. മറ്റൊന്ന് പ്രെഡിക്റ്റിംഗ് എ ഡിസീസ്. നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഒരാൾക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങൾ ജെനറ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു ബയോളജിസ്റ്റിനെ കൊണ്ടല്ല പറ്റുക. ബയോളജിക്കലി അതിനെ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും അവർക്ക് അറിവുണ്ടായിരിക്കും, പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ ഹെൽപ്പ് വേണം. ഇനി അനലിറ്റിക്സ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ യൂട്യൂബിൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ മൂഡിന് മാച്ച് ആയിട്ടുള്ള ചില വീഡിയോസ് ആയിരിക്കും റെക്കമെൻഡേഷൻസ് ആയിട്ട് വരിക, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ പാരൻസിനേക്കാളും നമ്മുടെ ഫ്രണ്ട്സിനേക്കാളൊക്കെ ചില സമയങ്ങളിൽ വളരെ മാച്ചായിട്ട് നമ്മുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഗൂഗിളിന് ഇത് പിടികിട്ടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ്, നിങ്ങളുടെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപക്ഷെ നിങ്ങളെക്കാൾ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ. ഗൂഗിളാണോ ഇത് അനലൈസ് ചെയ്യുന്നത്?
ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആണ് ഇത് അനലൈസ് ചെയ്യുന്നത്. അഥവാ ഒരു കൂട്ടം അനലിസ്റ്റുകളാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. അതിനുശേഷം, അതായത് ഓരോ വ്യക്തികളുടെയും യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും യൂട്യൂബ് റെക്കമെൻഡേഷൻസ് എടുത്ത് നോക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ എത്ര കൂട്ടം ആളുകൾ ഈ ലോകത്തുണ്ട്. അവരുടെയൊക്കെ യൂട്യൂബ്സിൽ മാത്രമല്ല പല ആപ്ലിക്കേഷൻസിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെയൊക്കെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് വെച്ച് നമ്മുടെ ബിഹേവിയറിനെ അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ പ്രൈവസിയെ പോലും, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ അനിഷ്ടങ്ങളെ, നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതും ഈ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ എവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നത്? പൊളിറ്റിക്സിൽ ഒരു ഘട്ടത്തിലൊന്നല്ല, ഒരുവിധം എല്ലാ ഘട്ടത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു എക്സാമ്പിൾ, നമ്മുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് എക്സിറ്റ് പോളും പ്രീ പോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്താണ് എക്സിറ്റ് പോളും പ്രീ പോളും? പ്രീ പോൾ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്തതിന് മുമ്പേ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു വിഭാഗം പാർട്ടിയെ കിട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് പ്രീ പോളിൽ ചെയ്യുന്നത്. എന്താണ് എക്സിറ്റ് പോൾ? വോട്ട് ചെയ്തതിന് ശേഷം ജഡ്ജ് ചെയ്യാണ് ഇനി എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാണ്. അതാണ് എക്സിറ്റ് പോൾ. ഓക്കെ, ആ ഒരു ഘട്ടത്തിലും ഒരുപാട് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ചേർന്ന് സർവേ ഒക്കെ നടത്തി കുറച്ച് ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് അവിടെ ഒരു പ്രെഡിക്ഷൻ നടത്തിയതിന് ശേഷമാണ് ഈ എക്സിറ്റ് പോളും പ്രീ പോളും ഒക്കെ നമ്മൾ പറയുന്നത്. അടുത്തത് ഗവൺമെന്റ് പോളിസീസ്. നമ്മുടെ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെന്റ് പോളിസീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ ഗവൺമെന്റ് ഓരോ ഡിസിഷൻസ്, ചില സമയത്ത് ലോക്ക്ഡൗൺ വേണം, ചില സമയത്ത് ലോക്ക്ഡൗൺ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ചുമ്മാ നമ്മുടെ ക്യാപ്റ്റന് തോന്നുമ്പം ഇനിയിപ്പോൾ നാളെ മുതൽ ലോക്ക്ഡൗൺ ആക്കിയേക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ലോക്ക്ഡൗൺ നിർത്തിയേക്കാം എന്ന് തോന്നുന്നോണ്ടാണോ? അല്ല. ഇതിനു വേണ്ടിയും ഒരുപാട് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കൊറോണയുടെ കണക്കുകൾ, കൊറോണയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അതിന് പറയാം. കൊറോണയുടെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് കോവിഡ് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലുണ്ടോ, അല്ലെങ്കിൽ കോവിഡ് പേഷ്യൻസ് എത്രമാത്രം ഇന്ന ഏരിയയിൽ കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലോക്ക്ഡൗൺ നടത്തിയതിന് ശേഷം എഫക്റ്റീവായിട്ട് കോവിഡിനെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈവൻ ഗവൺമെന്റ് പോലും ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. അതിനും ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസിന്റെ യൂസ് ആവശ്യമാണ്. ഇനി സെൻസസിലൂടെയാണ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയൊരു രീതിയിൽ ആ ഒരു സബ്ജക്റ്റിന് ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത്. സെൻസസ് എന്ന് പറയുമ്പോൾ പണ്ട് രാജഭരണകാലം തൊട്ട് മുതലേ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജനന നിരക്ക്, മരണനിരക്ക്, ഇതൊക്കെ പണ്ട് കാലം മുതലേ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. രാജഭരണകാലം മുതലേ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും ആവശ്യമുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കി വെക്കാൻ ഒരാൾ വേണം. ആ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആണ്. ഇന്നും അതുപോലുള്ള ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെൻസസ് നടത്തുന്നതും സെൻസസിന്റെ കാര്യങ്ങൾ നോക്കുന്നതും അതുപോലെ സാമ്പിൾ സർവേസ് നടത്തുന്നതും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിവുള്ള ആളുകളാണ്. ഈ ഒരു 5-6 കാര്യങ്ങളിൽ മാത്രമല്ല സ്റ്റാറ്റിസ്റ്റീഷ്യൻസിന്റെ റോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരുവിധം എല്ലാ ഏരിയയിലും സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്? ഓർഗനൈസിംഗ് ആൻഡ് സമ്മറൈസിംഗ് ഡാറ്റ യൂസിങ് നമ്പേഴ്സ് ആൻഡ് ഗ്രാഫ്സ്. സിംപ്ലി നമുക്കൊരു ഡാറ്റ കിട്ടിയാൽ അതിനെ നമ്പേഴ്സും ഗ്രാഫ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യുന്നതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ഒരു ഉദാഹരണത്തിന്,
ഇന്നലത്തെ കോവിഡ് പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത പോസിറ്റീവ് റിസൾട്ട് ആയിട്ടുള്ളവരുടെ ഒക്കെ ഡാറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ നമ്പേഴ്സ് വെച്ചും അതുപോലെ തന്നെ ഗ്രാഫ് വെച്ചും ഒക്കെ സമ്മറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? പല തരത്തിലുള്ള ഗ്രാഫ് യൂസ് ചെയ്യാം. ബാർ ഗ്രാഫ് യൂസ് ചെയ്യാം, ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാം, പൈ ചാർട്ട്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സമ്മറി പറയാൻ പറ്റും. എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ സെമ്മിലായിട്ട് പഠിച്ചിട്ടുണ്ടാകും. സെൻട്രൽ ടെൻഡൻസി അതായത് ഒരു ഡാറ്റയുടെ സെൻട്രലിലേക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ചില മെഷേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്? ഇതാണ് മീൻ, മീഡിയൻ, മോഡ് എന്ന് നമ്മൾ പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഞാനൊരു എക്സാം നടത്തി, എന്നോട് ഷീബാമസോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് പിള്ളേരുടെ മാർക്കൊക്കെ കൊള്ളാമോ? അപ്പോൾ ഞാൻ പറയുന്നത്, മിസ്സേ ഗായത്രിക്ക് ഇത്ര മാർക്കാണ്, അനയ്ക്ക് ഇത്ര മാർക്കാണ്, ബിൻഡിക്ക് ഇത്ര മാർക്കാണ് എന്ന് പറഞ്ഞിരിക്കുമോ ഞാൻ? ഇല്ല. ഓവറോൾ ഏകദേശം ഇത്ര ഒരു മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ സ്കോർ കിട്ടിയ കുട്ടിയുടെ മാർക്കാണോ ഞാൻ പറയാ? അല്ല. ഏറ്റവും ലോ സ്കോർ കിട്ടിയ കുട്ടിയുടെ മാർക്കാണോ ഞാൻ പറയാ? അതുമല്ല. ഞാൻ ഏകദേശം ഒരു മാർക്ക് പറയും. ഏകദേശം എന്ന് പറഞ്ഞാൽ ശരാശരി അഥവാ ആവറേജ് ഒരു വാല്യൂ ഞാൻ പറയും. ആ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആവറേജ് അഥവാ മീൻ, അരിത്തമെറ്റിക് മീൻ ആണ്. മനസ്സിലായില്ലേ? ഇനി എപ്പോഴാണ് നമ്മൾ മീഡിയൻ യൂസ് ചെയ്യുക? മീഡിയൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട് മിഡിൽ വാല്യൂ ആണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ എൻ്റെ കൺവീനിയൻസ് എനിക്ക് മീനായിരുന്നു പറയാൻ എളുപ്പം. മീൻ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ആകെ കിട്ടിയ മാർക്കുകളെ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടോ ആ അത്രയും പേരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടും. മീഡിയൻ അങ്ങനെയല്ല. മീഡിയൻ എക്സാക്ട് മിഡിൽ വാല്യൂ ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീടുകളുടെ വില അറിഞ്ഞിട്ടുണ്ടാകും. നമുക്കൊരു വീട് വാങ്ങിക്കണം. നമ്മൾ ബ്രോക്കർ വന്നിട്ട് ഒത്തിരി വീടുകളുടെ വിലയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് വേണ്ടത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല സൗകര്യമുള്ള വീടാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ ഈ വിലകളുടെയൊക്കെ ഏകദേശം ഒരു മീഡിയൻ ആണ് നമ്മൾ എടുക്കുക. കാരണം എന്താ? നമുക്ക് അവിടെ എക്സാക്ട് മിഡിൽ വാല്യൂ ആണ് ആവശ്യം. ഓക്കെ. ഇനി മോഡ് എന്താണ്? മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നത് ഏത് വാല്യൂവിനാണോ അതാണ് നമ്മുടെ മോഡ് വാല്യൂ. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇവിടെ കോഴിക്കോട് കോവിഡ് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ കോവിഡ് പോസിറ്റീവ് ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് റിസൾട്ട്സ് വന്നവരിൽ ചില ഏരിയകളിൽ ഒരുപാട് നമ്പേഴ്സ് കാണിക്കും അല്ലേ? അതായത് റിപ്പീറ്റഡ് ആയിട്ട് പോസിറ്റീവ് റിസൾട്ട്സ് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ? മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ മോഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ട് റിസൾട്ട്സ് കാണിക്കുന്നത് ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുള്ളതെന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെയാണ് നമ്മൾ മോഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി? ആ വാക്കിൽ തന്നെ ഉണ്ട് വേരിയബിലിറ്റി. നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റ എത്രമാത്രം വേരി ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഡിസ്പേഴ്സ് ആയി കിടക്കുന്നുണ്ട്, എത്രമാത്രമാണ് ഏതൊക്കെ രീതിയിലാണ് സ്പ്രെഡ് ആയിരിക്കുന്നത്, ഇത് അനലൈസ് ചെയ്യാനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി, അതായത് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വേരിയൻസും റേഞ്ചും ഒക്കെ? റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളുടെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഹയസ്റ്റ് ഹൈറ്റും ഒരാൾക്ക് വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റും ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു മിനിമം വാല്യൂം ഒരു മാക്സിമം വാല്യൂം ഉണ്ടാവും. സോ ഇവർ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലി നമ്മുടെ ഒരു ഡാറ്റ കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. റേഞ്ച് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മാക്സിമം വാല്യൂം മിനിമം വാല്യൂം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നാണ്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ
1, 2, 3 ഈ 3 നമ്പേഴ്സ് എടുത്തു. ഇതിൽ ലാർജ് നമ്പർ 3 ആണ്, സ്മോൾ നമ്പർ 1 ആണ്. 3 - 1 എന്ന് പറയുമ്പം അവിടെ 2 ആണ് വരുന്നത്. അതാണ് അവിടുത്തെ റേഞ്ച്. അതിന് പകരം ഞാൻ എടുക്കുന്നത് ഒരു 100ഉം 300ഉം ആണ്. അഥവാ എൻ്റെ ഡാറ്റ 100, 200 ആൻഡ് 300 ആണ്. സോ എൻ്റെ റേഞ്ച് എന്താണ് വരിക? മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. അതായത് 300 മൈനസ് 100 വിച്ച് ഇസ് ഈക്വൽ ടു 200. സോ അവിടുത്തെ റേഞ്ച് എന്താണ്? കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ ഡാറ്റ തമ്മിലുള്ള വേരിയബിലിറ്റി എന്താണ്? കൂടുതലാണ് അല്ലേ? ഇനി വേരിയൻസിൻ്റെ ഇക്വേഷൻസ് ഒന്നും ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റിലും സെക്കൻഡിലും പഠിച്ചതായിരിക്കും. സോ വേരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മീൻ വാല്യൂവിൽ നിന്ന്, മീൻ എന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തു, ആവറേജ് വാല്യൂ. ആ ആവറേജ് വാല്യൂയിൽ നിന്ന് എത്രമാത്രം ഡിസ്പേഴ്സ്ഡ് ആണ് നമ്മുടെ ബാക്കിയുള്ള ഡാറ്റ സെറ്റ് എന്നുള്ളതാണ് നമ്മൾ വേരിയൻസിൽ ചെക്ക് ചെയ്യുന്നത്. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. ഇത് കൂടാണ്ട് മെഷേഴ്സ് ഓഫ് റിലേഷൻഷിപ്പും ഉണ്ട്. കോറിലേഷൻ കോറിലേഷൻ ഒക്കെ വരുന്നുണ്ട്. അതും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഫെറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. യൂസിങ് സാമ്പിൾ ഡാറ്റ ടു മേക്ക് ആൻ ഇൻഫറൻസ് ഓർ draw a conclusion of the population. Using sample. So what is meant by sample? പോപ്പുലേഷനും സാമ്പിളും ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ പോപ്പുലേഷൻ. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഇത്രയും വലിയ ലാർജ് പോപ്പുലേഷനെ വെച്ചിട്ട് ഒരു സ്റ്റഡി നടത്താൻ പറ്റിയെന്ന് വരില്ല. പല കാരണങ്ങളും ഉണ്ടാകാം. ചിലപ്പം അതിൻ്റെ കോസ്റ്റ് ആയിരിക്കാം, സർവേ ഒക്കെ നടത്താനുള്ള കോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് നടത്തി വരാനുള്ള ബുദ്ധിമുട്ടുകൾ, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. നമുക്ക് സർവേ കളക്ട് ചെയ്യാനുള്ള ഒരുപാട് ദൂരമായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോപ്പുലേഷൻ മുഴുവൻ സ്റ്റഡി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്തരം കേസുകളിൽ നമ്മൾ പോപ്പുലേഷൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് സ്റ്റഡി ചെയ്യും. ആ ഒരു ഭാഗത്തെ, അത് എത്ര ചെറിയ പോർഷൻ ആയാലും പോപ്പുലേഷൻ്റെ ഒരു ഭാഗം, അതൊരു സിംഗിൾ വാല്യൂ ആണെങ്കിൽ പോലും അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. സോ പോപ്പുലേഷൻ്റെ ചെറിയൊരു ഭാഗം, എനി പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഇസ് നോൺ ആസ് സാമ്പിൾ. സോ ആ ഒരു സാമ്പിൾ വെച്ച് നമ്മൾ പഠിച്ച് ഒരു ഡിസിഷനിൽ എത്തുന്നതിനെ നമ്മൾ ഇൻഫെറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. യൂസിങ് സാമ്പിൾ ഡാറ്റ ടു മേക്ക് ആൻ ഇൻഫറൻസ് ഓർ ഡ്രോ എ കൺക്ലൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷനെ കുറിച്ച് നമ്മളൊരു കൺക്ലൂഷനിലെത്തും. In inferential statistics, we uses probability to determine how confident we can be that the conclusion we make are correct. നമ്മുടെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ നമ്മൾ അവിടെ ഒരു കോൺഫിഡൻസ് ഇൻ്റർവെല്ലോ അല്ലെങ്കിൽ മാർജിൻ ഓഫ് എററോ കാണിക്കും. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ഓക്കെ, ഏകദേശം എല്ലാവരുടെയും ആവറേജ് ആയിട്ടുള്ള ഒരു ഡാറ്റ, ആവറേജ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് വരുന്നത് ഒരു 165 ആണെന്ന്. അപ്പോൾ എന്താണ് ഈ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ 165ൽ നിന്ന് എത്രമാത്രം മൂവ് ചെയ്യാൻ, എത്രമാത്രം ഞാൻ പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്ത ആൻസർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഒരു 0.5 ആണെങ്കിൽ 175ൽ നിന്ന് 0.5 മുന്നോട്ടോ അല്ലെങ്കിൽ 0.5 പുറകോട്ടോ, അതായത് 175.5ഓ 174.5ഓ ആവാനാണ് സാധ്യത. അതായത് അതിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അതാവാനേ സാധ്യതയുള്ളൂ. അതാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിൻ ഓഫ് എറർ എന്താണ്? നമുക്ക് എറർ സംഭവിക്കാനുള്ള ഒരു മാർജിനൽ വാല്യൂ നമ്മളവിടെ പറയുകയാണ്. അതാണ് നമ്മുടെ മാർജിൻ ഓഫ് എറർ. ഓക്കെ.